വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി വന്നത് എൻ്റെ ഒരു ജേണൽ ബുക്ക് കാട്ടിത്തരാനായിട്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ജേണൽ ബുക്ക്. ഇത് ചെറിയ ബുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റിന് കാണിച്ചുള്ള ഒരു ബുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ജേണൽ ബുക്ക്. അപ്പോൾ ഇത് ഞാൻ കാട്ടിത്തരാം. തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതൊരു ജേണലാണ്. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ ജേണൽ. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡായി ഉണ്ടാക്കിയതും ഇതൊക്കെ വാങ്ങിച്ചതുമാണ്. അപ്പോൾ ഇത് ഞാൻ ക്രഷ്ഡ് പേപ്പർ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ജേണൽ കിറ്റ് ഞാൻ ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ എടുക്കുന്നുണ്ട്. ഇത് നോക്കി അറിയാൻ പറ്റും ഞാൻ മിക്കതും അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാഷ് ഉണ്ടാക്കി ഞാൻ മീഷോന്ന് വാങ്ങിച്ചുള്ളതാണ്. ഈ അവസാനം കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെയിലി ലൈഫ് മരി എഴുതിയേക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു കാൻഡിൽ ആൻഡ് ഗേളാണ് ഞാൻ ചെയ്തൊരു ജേണൽ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജേണലായിരുന്നു. ഇതൊക്കെ വാഷ് ഉണ്ടാക്കും. ഇത് സ്റ്റിക്കറായിരുന്നു. ഇത് ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ടായിരുന്നു സ്റ്റിച്ചുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈ സ്റ്റിക്കർ ഞാൻ ഹോം മെയ്ഡായി ഉണ്ടാക്കുന്നതായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചതായിരുന്നു. ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിളായി ചെയ്ത മാതിരി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒത്തിരി കൊളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഹാർട്ട് കൂടാൻ കൊടുക്കുന്നുണ്ടാവും. ഒത്തിരി കൊളായെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ജേണലാണ്. ഇത് മൊത്തം ഞാൻ ഹോം മെയ്ഡായി ഉണ്ടാക്കിയതാണ്. അതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ബ്രൗൺ പേപ്പറാണ്. ഇത് ഞാൻ ഇവിടെയുള്ള കുഞ്ഞൊരു ചെടി എടുത്ത് ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു കലണ്ടർ കൊടുക്കണം. അപ്പോൾ ഈ കലണ്ടർ ഞാൻ സെപ്റ്റംബറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താ സെപ്റ്റംബർ കൊടുത്തതെന്ന് അറിയോ? ഞാൻ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്. ഞാൻ സെപ്റ്റംബർ കൊടുത്തു ആണ് ഞാൻ ഉണ്ടാക്കിയ ജേണൽ. അടുത്തതാണ് ഈ ഒരു ജേണൽ. ഇതൊക്കെ സ്കെച്ചാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഈ ഒരു സ്റ്റിക്കറും ഇത് എനിക്ക് അധികം ഇഷ്ടമായില്ല, എന്നാൽ കുഴപ്പമില്ല. ഇതാണ്. അപ്പോൾ ഈ ജേണൽ ഞാൻ അവിടെ എഴുതിയതല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതുമായിരുന്നു. ഇവിടെ എഴുതിയപ്പോൾ അത് ഒന്ന് അപ്പുറത്തേക്ക് പകരുന്നതാണ്, അല്ലാണ്ട് ഞാൻ ഇവിടെ എഴുതിയതല്ല. അപ്പോൾ ഇതൊരു ലെറ്റർ ജേണൽ മാറി ചെയ്തേക്കുന്നതാണ്. ഇത് തുറക്കാൻ പറ്റും. പുള്ളിക്കാണ് ലെറ്റർ വെള്ളം വെക്കതാണ്. ഞാൻ ഇപ്പോൾ 2 ലെറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതല്ല. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയത് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ കിട്ടിയത് വെച്ച് ഒപ്പിച്ചുണ്ടാക്കിയ ഒരു സാധനങ്ങളായിരുന്നു. ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല. വാഷിൻ്റെ മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ജേണലായിരുന്നു. ഇതിലും ഞാൻ വാങ്ങിച്ചുള്ളത് വാഷിൻ്റെ മാത്രമായിരുന്നു. ബാക്കി ഇതൊക്കെ ഹോം മെയ്ഡ് ആണ്. ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റോസ് ടീമിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൂ ഒക്കെ ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ജേണൽ. പറയുന്നതല്ലേ ജേണലൊക്കെ മാറി. അടുത്തത് ഞാനൊരു മൈ ലെറ്റർ ജേണൽ മാറിയായിരുന്നു ചെയ്തിട്ടുള്ളത്. കുറേ ലെറ്ററിൻ്റെ ടീമിലുള്ള ഒരു ജേണൽസ് ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത്ര ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തൊരു ജേണലായിരുന്നു. നെക്സ്റ്റ് വൺ ഇതായിരുന്നു ജേണൽ. ഇതൊക്കെ ഞാൻ മൈസെൽഫ് മാറി ചെയ്തായിരുന്നു. മൈ ഫാമിലിയൊക്കെ എഴുതിയിട്ട്. അടുത്തത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് മൈസെൽഫാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ഇതാക്കിയുള്ളതാണ് ഞാൻ. ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ജേണൽ തന്നെയായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസാനത്തെ ജേണൽ. ഇതിൻ്റെ മാതിരി തന്നെയായിരുന്നു ഇത്. ഇതിൻ്റെ മാതിരി ഒരു ജേണൽ തന്നെയായിരുന്നു ഇത്. പിന്നെ ഈ ഒരു ജേണലാണ് സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു ജേണൽ. അപ്പം ഇങ്ങനെ ഉണ്ട് എൻ്റെ ജേണൽസ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് മാതിരി എൻ്റെ വാഷിംഗ് ടബ്സ് ഞാൻ കാട്ടിത്തരാം.
അതിൽ ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വാഷിംഗ് ലാപ്സ്. ഇതിൽ എത്ര 2, 4, 5, 6, 7, 8, 9, 10 ഇതിലെനിക്ക് കിട്ടിയുള്ളത്. ഒരെണ്ണം ഇങ്ങനത്തെ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയുള്ളത്. നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ളൊരു ജേണൽ ഇതായിരുന്നു, വാഷിംഗ് ലാപ്പായിരുന്നു. അടുത്ത് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റായിരുന്നു കേട്ടോ കിട്ടിയില്ല. ഇതും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാതിരി തന്നെ എനിക്ക് ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും എന്താ ഒരേ ഇത് മാതിരിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരേ കളറ് സെയിം ഒക്കെ മാതിരി. അടുത്തത് എനിക്ക് ഇതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതും സൂപ്പർ തന്നെയായിരുന്നു. എനിക്ക് കുഴപ്പമില്ലാന്ന് തന്നെയായിരുന്നു എനിക്ക് ഇതത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്നാൽ കുഴപ്പമില്ല, അങ്ങനെയാണ്. ഇതും എനിക്ക് കുഴപ്പമില്ല. ഇതെനിക്കിഷ്ടമായി കേട്ടോ. ഇതെനിക്കിഷ്ടമായി. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂവിൻ്റെ ചിത്രം വന്നതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതും പിന്നെ ഇതും ഒരേമാതിരി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഇത് തന്നെയായിരുന്നു ഇത്. പിന്നെ ഇതായിരുന്നു കഴിഞ്ഞു പോയ ഇത്. ഞാൻ കാട്ടിത്തരാം. ഇത് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു പോയത് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറിൻ്റെ ഇതുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചാനൽ ചെയ്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ ബൈ.